ഒന്നില്ല ഇല്ല എന്ന് പറയണില്ല. ചെയ്ത് ശരിയാണെന്നും പറയില്ല, ചെയ്ത് തെറ്റ് തന്നെയാണ്. തെറ്റൊന്നല്ല നമ്മൾ പറയില്ല, ചെയ്ത് തെറ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ ആ പ്രായത്തില് ഇപ്പൊ ഒരുപാട് പേര് ചെയ്യണ കേസ് തന്നെയാണത്. ഞങ്ങളൊന്നും വച്ചിട്ട് ഞങ്ങൾ മാത്രം കുറ്റപ്പെടുത്താൻ മാത്രമുള്ള പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ മാത്രമല്ല, ഇല്ലാത്ത ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എനിക്കറിയാം, എന്റെ ചുറ്റും ചെയ്യണവരെന്നെ നമുക്കറിയാം. ഞാൻ ഒരു കാര്യം ഉപ്പുമുളകും ലൈറ്റ് എന്ന ഫാമിലിയിലൂടെ അല്ലെങ്കിൽ പൊന്നൂസ് വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് സുപരിചിതരായ പൊന്നൂസും ഷെബിനുമാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഇവരുടെ യൂട്യൂബ് ചാനലുകളുടെ വീഡിയോകളുടെ താഴെ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയുടെ വീഡിയോകളുടെ താഴെ ഇപ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ആരോപണങ്ങളെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. ഞങ്ങളെ കല്യാണത്തിന് മുന്നേ റൂം എടുത്തിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം റൂം എടുത്തിട്ടുണ്ട് ഒന്നില്ല. ഞാൻ ഒരു കാര്യം ഞാൻ റൂം എടുത്തിട്ടുണ്ട്, സമ്മതിച്ചു, ഇല്ലാന്ന് ഞാൻ പറയില്ല. ആ എടുത്ത ആളിനെ ഞാൻ കിട്ടിയിട്ടുള്ളൂ. അത് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഇതിന് നിന്നത്. ഇല്ലാതെ റൂം എടുത്ത് കാര്യം കഴിഞ്ഞിട്ട് ബെസ്റ്റിന്ന് പറഞ്ഞിട്ട് മൂടും തട്ടി പോണവരെ എനിക്കറിയാം, എന്റെ പരിചയത്തിലുണ്ട്. അപ്പൊ അതൊന്നല്ല ലൈഫ്. കാരണം കാര്യം കഴിഞ്ഞിട്ട് മൂടും തട്ടി പോണല്ല ലൈഫ്. കാരണം നമ്മൾ ലൈഫ് തെരഞ്ഞെടുക്കുമ്പോ നമ്മൾ അത്ര ഓക്കെ ആയി, നമ്മള് എന്താ പറയാ, നമ്മള് ഫുള്ള് ഓക്കെ ആയതിനു ശേഷമാണ് നമ്മൾ എല്ലാ ലൈഫും തെരഞ്ഞെടുക്കുള്ളൂ. അങ്ങനെ ഓക്കെ ആയതിനു ശേഷം മാത്രം തന്നെയാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുള്ളൂ. അല്ലാതെ ആ തെറ്റ് ഒരിക്കലും ന്യായീകരിക്കല്ല കേട്ടോ. കാരണം അതിനെ കുറിച്ച് ന്യായീകരിച്ച് ആളാവാനോ അല്ലെങ്കിൽ ഞാൻ അടുത്ത് ശരിയെന്ന് പറയാനല്ല, തെറ്റ് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യണവരുണ്ട്, അതൊന്നും ആരും പ്രണയിച്ച് അല്ലെങ്കിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ച രണ്ടുപേരാണ് ഇവർ. കല്യാണത്തിന് മുമ്പ് തന്നെ കുടുംബത്തിന്റെ സമ്മതമില്ലാതെ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്ത് താമസിച്ചു. അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യുന്നത് മോശമല്ലേ എന്നിങ്ങനെയുള്ള പലവിധ പ്രതികരണങ്ങളാണ് ഇവരുടെ കമന്റ് ബോക്സിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കല്യാണത്തിന് മുമ്പ് തന്നെ ഒരു ഹോട്ടൽ മുറി താമസിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പൊന്നും ഷെബിനും തന്നെ ഇവിടെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്ത കാര്യം വീട്ടിൽ അറിയുന്നത് അറിഞ്ഞോ അറിയാതെ ഒരു ഫോട്ടോ എടുത്ത് വീട്ടിലേക്ക് അയക്കുമ്പോൾ ആ ഫോട്ടോയിൽ എവിടെയോ ഷെബിന്റെ ഒരു മുഖം പതിഞ്ഞത് കൊണ്ടാണ്. അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല, അല്ലെ അങ്ങനെ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് പൊന്നും ഷിബിനും പറയുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ പരസ്പരം വിവാഹം കഴിച്ചു, ഞങ്ങൾക്ക് ഒരു മകളുണ്ടായി, കല്യാണം കഴിഞ്ഞ് ഏകദേശം 2 വർഷമാകാൻ പോകുന്നു. ഇപ്പോഴും ഇങ്ങനെയുള്ള പരാമർശങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് എന്നാണ് പൊന്നു ചോദിക്കുന്നത്. ഒപ്പം ഷിബിൻ കൂട്ടിച്ചേർക്കുന്നത്, ഈ ലോകത്ത് ആദ്യമായി ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരല്ല ഞങ്ങൾ. കാമുകന്മാർ മുറികൾ എടുക്കാറുണ്ട്, ബെസ്റ്റികൾ ഒരുമിച്ച് മുറികൾ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റു പല റിലേഷൻഷിപ്പിലുള്ളവരും ഒരുമിച്ച് ഇങ്ങനെ മുറികൾ എടുക്കാറുണ്ട്. ഇതൊന്നും തെറ്റല്ല, അല്ലെങ്കിൽ ഇതൊന്നും ആൾക്കാർ അറിയുന്നില്ല എന്ന് മാത്രം. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്നത് കൊണ്ട് മാത്രം ഇവരുടെ ലൈഫും അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളും പുറം ലോകവും അറിയുന്നു എന്നുള്ളത് മാത്രം. ഇതിനൊപ്പം ഷെബിൻ കൂട്ടിച്ചേർക്കുന്നത്, ഇങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം ഇതെന്റെ ബെസ്റ്റിയാണ്, ഫ്രണ്ടാണ് എന്നെല്ലാം പറഞ്ഞ് മൂടും തട്ടി പോകുന്ന പല ആൾക്കാരുണ്ട്. താൻ അങ്ങനെ ചെയ്തില്ല, താൻ അങ്ങനെ റൂം എടുത്ത കുട്ടീനെ തന്നെയാണ് കല്യാണം കഴിച്ചത്, അതിനുശേഷം 2 വർഷം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. വേറെ ഒന്നല്ല, ഞാൻ ഇങ്ങോട്ട് വരുന്നതാണ് ഭയങ്കര പ്രശ്നം. അപ്പൊ ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ പോവണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ വന്നു. അപ്പൊ ആ വീഡിയോ ഇട്ടപ്പോ ആ വീണ്ടും സമാധാനം കിട്ടിയതായിരുന്നു. ഇവിടെ പോയപ്പോ ഞാൻ സമാധാനം സന്തോഷമെല്ലാം കളയാൻ വേണ്ടിട്ട് വീണ്ടും അവൾ ഒരുപിട്ട് വരുന്നുണ്ട്. അത് നന്നായി ജീവിച്ചു തുടങ്ങിയതായിരുന്നു. അപ്പൊ നശിപ്പിക്കാനാണ് അവള് വരുന്നത്. അവർക്ക് ഇഷ്ടമല്ല ഇവള് വരുന്നതെന്നൊക്കെ എന്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞങ്ങള് വരുന്നത്. ഇപ്പൊ തന്നെ അവള് ഈ വീഡിയോ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പൊ പോവും. ഈ പോകുന്ന പ്ലാനിങ്ങിന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യിപ്പിക്കാൻ അമ്മ തുടങ്ങിയിട്ടുണ്ട്. പോവണ്ട, നാളെ പോവാണ്. അതാർക്ക് ഇഷ്ടമില്ലാത്തോണ്ടാണോ അങ്ങനെ പറയുന്നത്? അവളുടെ വീട്ടുകാർക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്ത, അവളെ വീട്ടുകാർക്ക് ചിലപ്പോ അവള് വരുമ്പോ ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടാവും. ദൈവം സഹിച്ചിട്ടായിരിക്കും എന്റെ വീട്ടിൽ. കമന്റ് ബോക്സിൽ ഉയരുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത്, പൊന്നു സ്വന്തം വീട്ടിലേക്ക് വരുന്നത് സ്വന്തം അമ്മയ്ക്കോ അച്ഛനോ സഹോദരങ്ങൾക്കോ ഒന്നും ഇഷ്ടമല്ല, അവർക്കൊരു ശല്യമാണ് പൊന്നു എന്നുള്ള രീതിയിലാണ്. ഒരമ്മയ്ക്കോ ഒരച്ഛനോ സ്വന്തം മകൾ കയറി വരുന്നത് ഒരു ശല്യമാകുമെന്നോ ബുദ്ധിമുട്ടാകുമെന്നോ എനിക്ക് തോന്നുന്നില്ല. പൊന്നു ഇതിനകത്ത് പൂർണ്ണമായും ആ ആരോപണത്തെ നിഷേധിക്കുന്നുണ്ട്. പൊന്നു പറയുന്നത് പോലെ തന്നെ സ്വന്തം അച്ഛനും അമ്മയും ഏതൊരു മകളെയും ഏതൊരു മകനെയും അങ്ങേയറ്റം സ്നേഹത്തോടെ ആയിരിക്കും അല്ലെങ്കിൽ വാത്സല്യത്തോടെ ആയിരിക്കും സ്നേഹിക്കുക, അല്ലെ? അതുകൊണ്ട് സ്വന്തം കുടുംബത്തിലേക്ക് ഒരു മകൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയ്ക്കും ശല്യം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ അവർക്ക് വെറുപ്പുണ്ടാകുമെന്നോ എനിക്കും വ്യക്തിപരമായി തോന്നുന്നില്ല. ഒപ്പം പൊന്നു കൂട്ടിച്ചേർക്കുന്നത്, മറ്റൊരു ഫ്ലാറ്റ് എടുത്ത് മാറി താമസിക്കുന്നത് പോലും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ല. ഒരമ്മയോട് മക്കൾ വഴക്കിടുന്നത് പോലെ ഞാനും അമ്മയും തമ്മിൽ അടി ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അടി അവിടെ കൊണ്ട് തീർന്നു. അല്ലാതെ ഞങ്ങളെ വെറുക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ അകൽച്ചയോ ഞാനും അമ്മയോ ഞാനും കുടുംബവുമായിട്ടോ ഇല്ല എന്നാണ് പൊന്നു വ്യക്തമാക്കുന്നത്. ശരിയായിരിക്കാം, കാരണം ഇവരുടെ കല്യാണത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ പൊന്നുവിന്റെ ഷെബിനും കല്യാണം കഴിഞ്ഞുള്ള 1-2 മാസങ്ങൾ ഇവരുടെ വീഡിയോകളും ഇവരുടെ ബ്ലോഗുകളും കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാക്കാം, അല്ലെ? പ്രണയിച്ച് കല്യാണം കഴിച്ചത് കൊണ്ടും അല്ലെങ്കിൽ മറ്റൊരു കല്യാണം ഉറപ്പിച്ചു വച്ച സാഹചര്യത്തിൽ ഷെബിനെ പൊന്നു കല്യാണം കഴിച്ചത് കൊണ്ടോ തുടക്ക സമയങ്ങളിൽ അമ്മയ്ക്കും അച്ഛനും കുടുംബത്തിനും എല്ലാം പൊന്നു
പൊന്നുവിനോടും ഷെബിനോടും എതിർപ്പായിരുന്നു. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് ഷെബിനെതിരെ പലവിധ ആരോപണങ്ങളോ അല്ലെങ്കിൽ പലവിധ രീതിയിലുള്ള കമന്റുകളോ ഈ അമ്മയും അച്ഛനും ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. പക്ഷെ അതവർ കടന്നുപോയ വൈകാരിക മുഹൂർത്തങ്ങളുടെ ഫലം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ അല്ലെ. മാസങ്ങൾക്കിപ്പുറം പൊന്നുവും ഷെബിനും വീട്ടിലോട്ട് ചെന്നപ്പോൾ ആ അച്ഛനും അമ്മയും രണ്ട് കൈ നീട്ടി തന്നെയാണ് ഇവരെ സ്വീകരിച്ചത്. ആ മാതാപിതാക്കളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത്രയും വലിയൊരു തെറ്റ് ചെയ്ത പൊന്നുവിനെ ഷെബിനെയും അന്ന് അവർക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ, അന്ന് അവർക്ക് സ്നേഹത്തോടെ കൈപിടിച്ച് കയറ്റാൻ സാധിച്ചുവെങ്കിൽ, ഇപ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും ഇവരോടൊരു വെറുപ്പ് ഉണ്ടാകുമെന്ന് പറയുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിക്കാൻ പറ്റില്ല. അടുത്ത പറഞ്ഞു അത് ഞാൻ പറഞ്ഞത് മേക്കപ്പിനെ കുറിച്ചിട്ട് ഇവക്കൊരു തേങ്ങ അറിയില്ല. മേക്കപ്പ് ഇവള് എവിടത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാൻ പറഞ്ഞേ, നീ ഇപ്പൊ അവിടെ ഇരുന്നിട്ട് കണ്ടിട്ട് ഒരു കമന്റ് ഇട്ട് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം നിന്റെ ഈ ചൊറിച്ചലാന്ന് ഞങ്ങൾക്ക് അറിയാം, ഈ കാണുന്ന വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്കതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നീ അവിടെ ചൊറിയുന്നേ ഉള്ളൂ. ഞങ്ങക്ക് അതൊരു വിഷയമല്ല. ഞങ്ങൾ ഈ പഠിച്ചതും ഇനി പഠിക്കാൻ പോണതും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുണുക്ക 2 മിനിറ്റ് ഞങ്ങൾക്ക് കൃത്യമായുള്ള ധാരണയും സർട്ടിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യണത്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്യണത്. ഒരു ക്ലാസ്സിന് തന്നെ ഇപ്പൊ ചുരുങ്ങിയത് 10-12,000 രൂപ 15,000 രൂപ ചുരുങ്ങിയത് ഒരു 20,000. ഇവരുടെ പ്രൊഫഷനെതിരെ വരുന്ന മറ്റൊരു ആരോപണമാണ് മേക്കപ്പ് ആർട്ടിസ്റ്റായ പൊന്നുവിന് യാതൊരുവിധ മേക്കപ്പും അറിയില്ല, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള മേക്കപ്പ് ഒന്നും ചെയ്യാൻ കഴിയുന്ന ആളല്ല പൊന്നു എന്നാണ്. ഒരാളുടെ പ്രൊഫഷണലിനെ കുറിച്ച് അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അല്ലെ. നമ്മൾ പബ്ലിക്കിലേക്ക് നമ്മുടെ വർക്ക് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പബ്ലിക്കിന്റെ ക്രിറ്റിസിസങ്ങളും അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഒപ്പീനിയൻസും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. മേ ബി പൊന്നുവിന്റെ വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അത് പൂർണ്ണമായും സാറ്റിസ്ഫൈ ആകാത്ത ആരുടെയെങ്കിലും കമന്റുകളായിരിക്കാം അത്. പക്ഷെ അത് പ്രൊഫഷണലി പൂർണ്ണമായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പറയുന്നതാണെങ്കിൽ അക്സെപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ മനഃപൂർവ്വം ഒരു കുടുംബത്തെ അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു ഇൻഫ്ലുവൻസിനെ കരിവാരി തേക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് എന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അവരുടെ പെരുമാറ്റങ്ങളോടോ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികളോടോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളോടുള്ള എതിർപ്പും ദേഷ്യവും പ്രൊഫഷണലി അവരെ ബാധിക്കുന്ന രീതിയിൽ തീർക്കുക എന്നുള്ളത് ഒട്ടും യോജിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. ഒപ്പം ഇവർ കൂട്ടിച്ചേർക്കുന്നത് തന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ തന്റെ അയൽവാസികളോ ഒക്കെ ഇതിനകത്ത് കമന്റ് ഇടുന്നുണ്ടാകാം. അവരെ ഒന്നും തിരിച്ചറിയാൻ ഞങ്ങൾക്ക് പറ്റില്ല, എങ്കിൽ പോലും അവരെല്ലാം ഒരു തരത്തിൽ ഞങ്ങൾക്ക് ഗുണമാണ് ചെയ്തു തരുന്നത്. അവരുടെ ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന കമന്റുകൾ എല്ലാ പ്രേക്ഷകരും ഉൾക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഞങ്ങളെ ഇങ്ങനെ തളർത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും, ഞങ്ങളുടെ റീച്ച് കൂടും, അതെല്ലാം ഒരു തരത്തിൽ ഞങ്ങൾക്ക് ഗുണമേ ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് ഷെബിൻ ഇവിടെ അവകാശപ്പെടുന്നത്. ഒരു പ്രോപ്പർ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല എന്ന് സിൻസിയർ ആയിട്ട് പറയുന്നതാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. ആ കമന്റുകളെ സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. അത് തിരുത്തി മുമ്പോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു ഫാമിലിയിലെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടി പറയുന്നതാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. പിന്നെ മറ്റുള്ള കമന്റുകളിൽ പറയുന്നത് പോലെ പൊന്നുവിന്റെ കുടുംബത്തിന് പൊന്നുവിനെ ഇഷ്ടമല്ല എന്ന് പറയുന്നതിനോട് ഞാനും പൂർണ്ണമായും വിയോജിക്കുന്നു. മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ഇവർ കല്യാണത്തിന് മുമ്പ് ഹോട്ടലിൽ മുറിയെടുത്തു അല്ലെങ്കിൽ ഒരുമിച്ച് സ്റ്റേ ചെയ്തു എന്നുള്ളതെല്ലാമാണ്. നമ്മുടെ കോടതികൾ പോലും ഇപ്പോൾ പ്രായപൂർത്തിയായ ഏതൊരു വ്യക്തിക്കും ഒരുമിച്ച് ജീവിക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കാം എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്ന കാലമാണ്. അങ്ങനെ ജീവിക്കുന്നതിന് അവരുടെ ജാതിയോ മതമോ ജെൻഡറോ വർഗമോ വർണ്ണമോ ഒന്നും ബാധകമല്ല. അതുകൊണ്ട് തന്നെ പൊന്നും ഷെബിനും ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണ് എന്ന് പറയുന്നത് ആ പ്രവൃത്തിയെ വിലയിരുത്തുന്ന ആൾക്കാരുടെ അഭിപ്രായം പോലെ ഇരിക്കും. ഇപ്പോഴത്തെ പുതുതലമുറ എന്ന് പറയുന്നത് പഴയതിനേക്കാളും ഒത്തിരി മുമ്പോട്ട് പോയി കഴിഞ്ഞു. പണ്ടത്തെ കാലത്ത് കല്യാണം ഉറപ്പിച്ച ശേഷം കല്യാണം പന്തലിൽ വെച്ചായിരിക്കും ചിലപ്പോൾ ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒരു സംഭവം വിദൂര സ്വപ്നങ്ങളിൽ പോലും നടക്കാൻ പറ്റില്ല അല്ലെ. പണ്ടത്തെ കാലത്താണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ പൂർണ്ണമായി തെറ്റാണെന്നും അല്ലെങ്കിൽ പൊന്നുവിനെ വളരെയധികം മോശമായി രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സമൂഹം ഉണ്ടായേനെ. പക്ഷെ ഇന്നത്തെ കാലത്ത് സമൂഹം കുറെ കൂടെ മുമ്പോട്ട് പോയി, സമൂഹത്തിന്റെ ചിന്താരീതികളും ചിന്താശേഷികളും മുമ്പോട്ട് പോയി. കല്യാണത്തിന് മുമ്പ് ഇന്റർനാഷണൽ ട്രിപ്പുകൾ പോലും ഹണിമൂൺ എന്ന പേരിൽ പോവുകയും ആ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നില്ലേ? അത് കേരളത്തിൽ എല്ലായിടത്തും ആഘോഷമാക്കുന്നില്ലേ? അങ്ങനെ ആഘോഷമാക്കുന്ന കേരളത്തിൽ കല്യാണത്തിന് മുമ്പ് 1-2 പ്രാവശ്യം ഒരു റൂം എടുത്തു അല്ലെങ്കിൽ അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്ന ഇവരെ ഒരു പരിധിയിലധികം സൈബർ ആക്രമണത്തിന് ഇരയാക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ഇവർ സോഷ്യലി പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആണ്. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ അവരുടെ പേഴ്സണൽ ലൈഫിനെ ഇട്ട് സൈബർ അറ്റാക്ക് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കുറെ ഇൻഫ്ലുവൻസേഴ്സ്, കുറെ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ സോഷ്യലി കമ്മിറ്റഡ് ആയി നിൽക്കുന്ന കുറെ ആൾക്കാർ അവരുടെ ലവേഴ്സിനെയോ അല്ലെങ്കിൽ അവർ റിലേഷൻഷിപ്പിലായിരിക്കുന്ന വ്യക്തികളുടെ വീഡിയോകൾ പങ്കുവച്ചിട്ടില്ലേ? അതിനുശേഷം അവർ തമ്മിൽ ഒത്തു പോകില്ല എന്നുള്ള തീരുമാനം കൊണ്ട് അവർ ബ്രേക്കപ്പ് ആയ വീഡിയോകളും പങ്കുവച്ചിട്ടില്ലേ? ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കിയിട്ടില്ലേ? ഒരു നെഗറ്റീവ് കമന്റ് വന്നതുകൊണ്ട് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നോ ഒരു പോസിറ്റീവ് കമന്റ് വന്നതുകൊണ്ട് നിങ്ങൾ ചെയ്ത് പൂർണ്ണമായും ശരിയാകണമെന്നോ ഇന്നത്തെ കാലത്ത് നമുക്ക് അളക്കാൻ പറ്റില്ല. ഞാൻ പങ്കുവച്ചത് എന്റെ മാത്രം അഭിപ്രായമാണ്. ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് ബോക്സിൽ. താങ്ക് യു.